ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇച്ചിരി പുഴമീൻ കിട്ടിയിട്ടുണ്ട്. പുഴമീൻ വറ്റിച്ചത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: തേങ്ങ തിരുവിയത് ഒരു മുറി, ഒരു മാങ്ങ, പച്ചമാങ്ങ കട്ട് ചെയ്തെടുത്ത്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി. മീൻ നമ്മൾ കഴുകി, പുഴമീൻ ക്ലീൻ ചെയ്യുന്ന അറിയാമല്ലോ, ചാരം ഇട്ട് തെന്നൽ മാറ്റിക്കളഞ്ഞ് ചെതുമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ എളുപ്പമാണ്. ചാരമിട്ട് പിടിച്ചു കഴിഞ്ഞാൽ തെന്നത്തില്ല. അപ്പോൾ ഒരല്പം ചാരം വിതറിക്കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത പുഴമീനാണ് ഈ ഇരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ഇച്ചിരി കട്ടിയായിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു ശകലം ഉപ്പ് ഇട്ട് പെട്ടെന്ന് അടർത്തി എടുക്കാനായിട്ട് പറ്റും. ഒരു 5 മിനിറ്റ് ആ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അടർന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. രണ്ട് ചെറിയ കുടമ്പുള കഷ്ണം കൂടെ അതിലേക്കിടുക. ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്തത് എല്ലാം കൂടെ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഞെരടി എടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തേങ്ങ, കുടംപുളി, മാങ്ങ. പുളി ബാലൻസ് ചെയ്ത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിർത്തണം. അല്പം കറിവേപ്പില. ഇതെല്ലാം ഈ ഞെരടി വെച്ച തേങ്ങാക്കൂട്ട് എല്ലാം കൂടെ ഈ മീനിനകത്തേക്ക് ഇട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ അവരവരുടെ സൗകര്യപ്രദം അത് ചെയ്യാവുന്നതാണ്. അടപ്പ് വെച്ചതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് മൂടി വെച്ച് വറ്റിച്ചെടുക്കുക. ഒരല്പം മുളക് പൊടിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒരു കളറിനെന്നവണ്ണം തൂവിക്കൊടുക്കുക. അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരൈറ്റമാണ് പുഴമീൻ വറ്റിച്ചത്. യാതൊരുവിധ വിഷാംശമില്ല. നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഫിഷാണ്. എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.